ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ സാധിക്കുന്ന ഒരു ഗ്രീൻ എനർജി പാർക്ക് ഗുജറാത്തിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൗതം അദാനി. ഗാന്ധിനഗറിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ 10ാം പതിപ്പിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് അദാനി ഗ്രൂപ്പിന്റെ തലവൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഉച്ചകോടിയിൽ വാഗ്ദാനം ചെയ്ത 55,000 കോടി രൂപയിൽ അദാനി ഗ്രൂപ്പ് ഇതിനോടകം തന്നെ 50,000 കോടിയും ചെലവഴിച്ചിട്ടുണ്ട്. ആപ്പിൾ ടു എയർപോർട്ട് ഗ്രൂപ്പ് ഇപ്പോൾ കച്ചിൽ 30 ജിഗാവാട്ട് ശേഷിയുള്ള 25 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു ഗ്രീൻ എനർജി പാർക്ക് നിർമ്മിക്കുകയാണെന്ന് അദാനി പറഞ്ഞു. അതേസമയത്ത് മറ്റൊരു സമ്പന്നനായിട്ടുള്ള റിലയൻസ് ഗ്രൂപ്പിന്റെ മുതലാളിയായിട്ടുള്ള നമ്മുടെ മുകേഷ് അംബാനി അദ്ദേഹവും വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ കാർബൺ ഫൈബർ സൗകര്യം സ്ഥാപിക്കാനാണ് റിലയൻസ് ലക്ഷ്യം വയ്ക്കുന്നത്. തന്റെ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ആദ്യത്തെയും ലോകോത്തരവുമായ കാർബൺ ഫൈബർ സൗകര്യം ഫാസിറയിൽ സ്ഥാപിക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച മുകേഷ് അംബാനി പറഞ്ഞു. റിലയൻസ് അന്നും ഇന്നും എന്നും ഒരു ഗുജറാത്തി കമ്പനിയായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാംനഗറില് 5000 ഏക്കറിൽ ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി ഗിഗാ കോംപ്ലക്സ് നിർമ്മിക്കാൻ റിലയൻസ് ആരംഭിച്ചതായി അംബാനി വ്യക്തമാക്കി. ഇത് വൻതോതിൽ ഹരിത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഹരിത ഉൽപ്പന്നങ്ങളുടെയും വസ്തുക്കളുടെയും ഉൽപാദനം പ്രാപ്തമാക്കുകയും ചെയ്യും. അതേസമയത്ത് സുസുക്കി ഗ്രൂപ്പിന്റെ ആദ്യ ബാറ്ററി ഇലക്ട്രിക് വാഹനം ഗുജറാത്തിൽ നിന്ന് പുറത്തിറക്കുമെന്ന് സുസുക്കി മോട്ടോഴ്സിന്റെ പ്രസിഡന്റ് തോഷി ഹിറോ സുസുക്കി വ്യക്തമാക്കി. പ്രതിവർഷം 2.5 ലക്ഷം യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് സുസുക്കി ഗുജറാത്തിൽ തുടക്കം കുറിക്കുന്നത്. ഇതിനായി 3200 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയത്ത് കൊറിയൻ കമ്പനികളും വലിയ താല്പര്യമാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനായി കാണിക്കുന്നത്. അർദ്ധചാലക നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ഇന്ത്യയിൽ തുടക്കമിടുന്നതായി സൗത്ത് കൊറിയൻ കമ്പനിയായ സിംടെക് സിഇഒ ജഫ്രി ചുൻ വ്യക്തമാക്കി. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമായി വൻ നിക്ഷേപങ്ങൾക്കാണ് UAE തയ്യാറെടുക്കുന്നത്. UAEയുടെ പ്രസിഡന്റായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ത്യയുമായി 4ലധികം കരാറുകളാണ് ഒപ്പുവെച്ചത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചെക്ക് റിപ്പബ്ലിക് പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 34 പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നും 130ഓളം മറ്റ് രാജ്യങ്ങളിൽ നിന്നുമായി ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം നിരവധി പേരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഗുജറാത്തിലെത്തിയത്. അതിഥികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര പട്ടേൽ നൽകിയത്. 12ാം തീയതി വരെയാണ് ഗുജറാത്തിലെ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടി നീണ്ടു നിൽക്കുക. UAE പ്രസിഡന്റാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എത്തിയിരിക്കുന്ന ഒരു അതിഥി. ടിമോർ ലെസ്റ്റെ പ്രസിഡന്റ് ജോസ് റമോസും വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒന്നാണ്. ഈ രാജ്യത്തെ ഭരണാധികാരികളും അതുപോലെ വിവിധ കമ്പനികളുടെ സിഇഒമാര് മറ്റ് തലപ്പത്തിരിക്കുന്നവരടക്കം ഈ ഒരു വലിയ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വൻതോതിലുള്ള നിക്ഷേപങ്ങളുമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഗുജറാത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെ വലിയ നിക്ഷേപം നടത്താൻ ഇത്തരം കമ്പനികൾക്ക് പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു ഉച്ചകോടിയായിട്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തെയും മിഷൻ 2047 ഒക്കെ ഒരുപാട് ലോക നേതാക്കളും അതുപോലെ തന്നെ ബിസിനസ് തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ വളരെയധികം പുകഴ്ത്തിയ ഒരു വേദി കൂടിയായിരുന്നു ഇത്. തീർച്ചയായിട്ടും വലിയ നിക്ഷേപം ഇന്ത്യയിൽ ഈ ഒരു ഗുജറാത്തിലെ സബ്മിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മുകേഷ് അംബാനി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണെന്നാണ്. മാത്രമല്ല, ഇന്ത്യയിൽ ഈ ചിപ്പ് നിർമ്മാണം അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, പോർട്ടുകളുടെ നവീകരണം, നിർമ്മാണം, അതിൻ്റെ ഫെസിലിറ്റീസ് തയ്യാറാക്കുന്ന പദ്ധതികൾ, ടെക്നോളജി പരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഒരുപാട് അമേരിക്കൻ കമ്പനികൾ, അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കമ്പനി എന്ന് പറയുന്നത് മൈക്രോൺ ടെക്നോളജിയാണ്. സെമി കണ്ടക്ടർ രംഗത്തെ വമ്പന്മാരിൽ ഒന്നാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടൊക്കെ വൻതോതിലുള്ള നിക്ഷേപം പ്ലാൻ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുടെ സിഇഒമാരോ പ്രസിഡന്റുമാരോ ഒക്കെ തന്നെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അത്തരം ദൃശ്യങ്ങളുമെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സോ ഇന്ത്യയിൽ നിന്നും അതുപോലെ ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള കമ്പനികൾ മെഗാ പ്രോജക്റ്റുകളാണ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ഉച്ചകോടി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം. കാരണം അടുത്ത വർഷങ്ങളിൽ വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് ഈ ഗുജറാത്തിൽ നടക്കുന്ന ഉച്ചകോടി മാറും. ഈ വരുന്ന 12ാം തീയതിക്ക് മുന്നിലായിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ ഇനിയും രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.